ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവിനോടും ഹേമയോടും താൻ കിളിക്കൂട്ടിൽ നിന്നും വരില്ല, സുധീഷുമായുള്ള കല്യാണം നടത്തി തരാൻ ആവശ്യപ്പെടുകയാണ് നിധി. അച്ഛ പ്ലീസ് അച്ഛ, എനിക്ക് ഈ വീട്ടിൽ താമസിക്കാനാണ് ഇഷ്ടം. എന്നെ തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിക്കേണ്ട. ഞാൻ അവിടേക്ക് വന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് നല്ലൊരു കോളേജിൽ സീറ്റ് കിട്ടിയതല്ലേ. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഞാൻ ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഒരു സാധാരണ കോളേജിൽ കൊണ്ടുപോയി എന്നെ ചേർത്തു. അവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ചു. അതിനൊന്നും നിങ്ങൾ ഒരു വിലയും തന്നിട്ടില്ല. ശരി, ജോലിക്ക് പോട്ടെ എന്ന് ചോദിച്ചാൽ ജോലിക്ക് പോകണ്ട, കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ എന്റെ സമ്മതമില്ലാതെ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. എനിക്കിനി പറ്റില്ലമ്മേ. ഞാൻ ആ വീട്ടിൽ സന്തോഷമായിട്ട് കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ഞാൻ ജീവിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയാണ്. എനിക്കത് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ കൂടി നിങ്ങൾ തയ്യാറാകുന്നില്ല. ഞാൻ ഇവിടെ വന്ന ഒരു വർഷത്തില് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നറിയോ? ഞാൻ എന്ത് ഡിസിഷൻ എടുത്താലും ഇവരെല്ലാവരും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യും. ഇവിടെയാ ഞാൻ സന്തോഷമായിട്ടും സമാധാനത്തോടെയും കഴിയുന്നത്. ഇവിടെ താമസിച്ചാലേ ഞാനായിട്ട് ജീവിക്കാൻ പറ്റൂ. സുധീഷുമായിട്ടുള്ള എന്റെ കല്യാണം നടത്തിയതാ. കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ തന്നെ ഇത് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി ഇരുന്നതാ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം ഓർമ്മയിലില്ല. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ സന്തോഷമായിട്ട് എനിക്കൊരു കല്യാണം വേണം. ടെൻഷനോടുകൂടി ഹേമ പറയുന്നു, നിധി നീ ഇങ്ങനെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. സമാധാനമായിട്ട് ആലോചിച്ച് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പൊ നിധി പറയണ, അമ്മേ ഞാനിപ്പം സമാധാനത്തോടു കൂടി തന്നെയാ സംസാരിക്കുന്നത്. അപ്പൊ ഹേമ ചോദിക്കണ, രാജീവേട്ട എന്താ ഇത്, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ രാജീവ് പറയണ, മോളെ നിധി നിന്നോട് ഞങ്ങൾക്കുള്ള സ്നേഹം നിനക്കറിയില്ലേ? നിനക്ക് വേണ്ടി എല്ലാം വേണ്ടെന്ന് വെച്ച് ഇവിടെ വന്ന് താമസിക്കുകയല്ലായിരുന്നോ ഞങ്ങൾ? നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് നിനക്കൊരു പോരാട്ടം പോലെയാണെന്ന് പറയുന്നു. അതെങ്ങനെയാണ് മോളെ? അപ്പൊ നിധി പറയണ, അതെ അച്ഛാ, ഞാൻ തക്കരയിൽ നിന്നും ഇവിടെ വന്നപ്പോൾ ഞാൻ സുധീഷിന്റെ ഒപ്പം പോയി എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് ഞാൻ ഒളിച്ചോടി പോയതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് എല്ലായിടത്തും അന്വേഷിച്ചു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അച്ഛന്റെ മുന്നിൽ അപേക്ഷിച്ചില്ലേ? അപ്പൊ അച്ഛന്റെ അഭിമാനവും അന്തസ്സും ആയിരുന്നു വലുത്. ആ സമയത്ത് എന്നെ കുറിച്ച് ചിന്തിച്ചില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അച്ഛന്റെ സ്നേഹം എന്താണെന്ന്. നന്നായി മനസ്സിലാക്കി. പ്ലീസ് അച്ഛ, ഇനിയും പഴയതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട. ഇപ്പൊ ഞാൻ അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെടുകയാണ്, സുധീഷുമായിട്ടുള്ള എന്റെ കല്യാണം നടത്തിത്താ. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് രാജീവും ഹേമയും. സുധീഷിന്റെ കയ്യിൽ പിടിച്ച് രാജീവിന്റെ അരികിലേക്ക് വന്ന് നിധി പറയുന്നു, അച്ഛ സുധീഷ് നല്ലവനാ. അച്ഛൻ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. സുധീഷ് വിശ്വസിക്കാനാകാതെ നിധിയെ നോക്കുമ്പോൾ സുധീഷിന്റെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ് നിധി. രാജീവും ഹേമയും നിധി സുധീഷിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. എനിക്ക് സുധീഷിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഞാൻ ഡിവോഴ്സ് ചെയ്തത്. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ ഡിവോഴ്സിന് ഓക്കെ പറഞ്ഞതാ. സുഭാഷിനോട് വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ഞാൻ ഡിവോഴ്സ് വേണ്ടെന്നുള്ള തീരുമാനം എടുത്തിട്ടാ കോടതിയിലേക്ക് പോയത്. ഞാൻ ഈ വീട് വിട്ടുപോകാനോ സുധീഷിനെ വിട്ടുപോകാനോ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ സുഭാഷ് പറയണ, സർ നിധി തന്റെ തീരുമാനം പറഞ്ഞില്ലേ, നമുക്ക് അവരുടെ കല്യാണം നടത്തി കൊടുക്കാം. അപ്പൊ ഭാസ്കരൻ പറയണ, മരുമകളെ മോളുടെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ എന്താ, ഞാൻ നടത്തും നിങ്ങളുടെ കല്യാണം. ഇത് കേട്ട് നിധിയും സുധീഷും സന്തോഷത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ രാജീവും ഹേമയും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. സുഭാഷ് പറയണ, നിധിക്ക് സുധീഷിനെ ഇഷ്ടമാണ്, സുധീഷിന് നിധിയെ ഇഷ്ടമാണ്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് സർ? നിധിയെ ഞങ്ങള് നന്നായി നോക്കിക്കോളാം. നിങ്ങളുടെ മകള് നന്നായി ജീവിക്കണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചാൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നിധി തന്നെയല്ലേ പറയുന്നത്? ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് സർ? അപ്പൊ ഹേമ പറയണ, അവള് വിവരമില്ലാതെ എന്തൊക്കെയോ പറയുകയാണ്. ഇവള് പറയുന്നത് കേട്ട് ഡിവോഴ്സ് ചെയ്തവരെ വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ സുഭാഷ് പറയണ, അമ്മ നിധി തന്നെയല്ലേ പറഞ്ഞത് ഡിവോഴ്സിനെ ഇഷ്ടമില്ലായിരുന്നുവെന്ന്? അപ്പോഴത്തെ ദേഷ്യത്തിന് ഡിവോഴ്സിന് ഓക്കെ പറഞ്ഞതാണെന്ന്. നിങ്ങൾ ഈ കാര്യം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിധി ഇപ്പം സുധീഷിനോട് ക്ഷമിച്ച് ജീവിതം തുടങ്ങിയേനെ. അപ്പൊ ഹേമ പറയണ, ജീവിക്കുമെന്ന്. ദേ നോക്ക്, ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ നിങ്ങളുടെ വീട്ടിൽ സാധാരണ ആയിരിക്കും, പക്ഷെ ഞങ്ങളുടെ ഒന്നും വീടുകളിൽ അങ്ങനെയല്ല. അപ്പൊ സുഭാഷ് പറയണ, അതുകൊണ്ടാണല്ലോ അമ്മേ അവരുടെ കല്യാണം വീണ്ടും നടത്താൻ പറയുന്നത്. ആദ്യത്തെ തവണ നിധിയുടെ ഇഷ്ടമില്ലാതെയാണ് കല്യാണം നടന്നത്. എല്ലാ പ്രശ്നത്തിന്റെയും തുടക്കവും അവിടെയാണ്. വീണ്ടും അങ്ങനെയുള്ള തെറ്റുകളൊന്നും വേണ്ട പ്ലീസ്. അങ്ങനെ സുഭാഷ് അവരുടെ മുന്നിൽ കൈകൂപ്പുകയാണ്. രാജീവ് ഒന്നും വേണ്ടാതെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഹേമ പറയണ, രാജീവേട്ട എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറ. എല്ലാവരും രാജീവിനെ ശ്രദ്ധിക്കുമ്പോൾ നിധിയെയും സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് രാജീവ് പറയുന്നു, ശരി, നിധി ആഗ്രഹിച്ചതുപോലെ നിധിയുടെയും സുധീഷിന്റെയും കല്യാണം നടത്താം. ഇത് കേട്ട് ഹേമ ഞെട്ടി നിൽക്കുമ്പോൾ കണ്ടു നിറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നിധിയും സുധീഷും. സുഭാഷും ഭാസ്കരനും നികേഷും ഹരീഷും എല്ലാം വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. ഹേമ ചോദിക്കുന്നു, രാജീവേട്ടൻ എന്തേ പറയുന്നത്? അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി എങ്ങനെയാ ഇവനുമായിട്ടുള്ള ഇവളുടെ കല്യാണം നടത്തുക? ഇത് നമ്മുടെ മകളുടെ ജീവിതമാണ്. ഒന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. അപ്പൊ രാജീവ് ചോദിക്കേണ്ട, അതൊക്കെ അവൾക്ക് അറിയില്ലേ? അവളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത് അവളാണെന്നല്ലേ പറയുന്നത്? അവള് പറഞ്ഞത് കേട്ടില്ല ഹേമേ, ഇവിടെ താമസിച്ചാലേ അവൾക്ക് സമാധാനവും സന്തോഷവും കിട്ടുമെന്ന്. ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ. അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. ഇത് കേട്ട് ഭാസ്കരൻ പറയണ, എടാ നികേഷ്, ആ കലണ്ടറിങ് എടുത്ത് കൈയോടെ തീയതി കുറിക്കാം. അല്പം പോലും ഗ്യാപ്പ് ഇടാൻ പാടില്ല. ഇത് കേട്ട് പുഞ്ചിരിച്ച്
സുധീഷും നിധിയും മുഖത്തോട് മുഖം നോക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു, സുഭാഷേ, അടുത്ത വെള്ളിയാഴ്ച നല്ലൊരു മുഹൂർത്തമുണ്ട്. അതെ, അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഈ കല്യാണം നടത്താം. മരുമകളെ, നിങ്ങളുടെ കല്യാണം എങ്ങനെയാ നടത്തേണ്ടത്? നാടടക്കം വിളിച്ച് ഒരു ഗംഭീര കല്യാണം തന്നെ നടത്താം നമുക്ക്. അപ്പൊ നിധി പറയുകയാണ്, വേണ്ട, സിമ്പിൾ ആയിട്ട് ക്ഷേത്രത്തിൽ വെച്ച് നടത്താം. അധികം ആരെയും വിളിക്കണ്ട. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. അച്ഛനും അമ്മയും അരുണേട്ടനും ഏട്ടത്തിയും എല്ലാവരും ഉണ്ടാകണം. രണ്ട് കുടുംബത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങളുടെ കല്യാണം നടക്കണം. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ, മോൾ അങ്ങനെയാണോ പറയുന്നത്? എല്ലാം മോളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അടുത്ത വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കും 10:30ക്കും ഇടയ്ക്കാണ് മുഹൂർത്തം. അപ്പൊ തന്നെ നമുക്ക് കല്യാണം നടത്തിയാലോ? സുഭാഷേ, നിനക്ക് ഓക്കെ ആണോ? കണ്ണു നിറങ്ങിയ സന്തോഷത്തോടു കൂടി സുഭാഷ് പറയുന്നു, എനിക്ക് ഓക്കെ ആണച്ചാ. എടാ സുധീഷ്, നിനക്ക് നിധിയെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലേ? പിന്നെ എന്നോട് ചോദിച്ചില്ല എന്ന് പറയരുത്. അപ്പൊ സുധീഷ് ചോദിക്കാണ്, വെള്ളിയാഴ്ചക്ക് മുമ്പ് ഏതെങ്കിലും തീയതി വരുന്നുണ്ടോ? ഇത് കേട്ട് സുധീഷിന്റെ കയ്യിൽ പിടിച്ച് സുഭാഷ് പറയുന്നു, ചുമ്മാതിരിക്കടാ. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുമ്പോൾ നിധിയും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു, എനിക്ക് വെള്ളിയാഴ്ച ഓക്കെയാ. 2-3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനാ എനിക്ക്. അങ്ങനെ സുധീഷ് രാജീവിനെ നോക്കുമ്പോൾ രാജീവ് പറയുന്നു, ഇല്ല, ഇനി ഞങ്ങള് നിങ്ങളെ ശല്യം ചെയ്യില്ല. ഞാനായിട്ട് ഒരു പ്രശ്നത്തിന് നിൽക്കില്ല. നിങ്ങള് വെള്ളിയാഴ്ച തന്നെ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തോ. ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഇനിയും തക്കലയിലേക്ക് പോകുന്നുള്ളൂ. ഇത് കേട്ട് നിധിയും സുധീഷും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഹേമ പറയുകയാണ്, നിധി, എന്റെ കൂടെ ഒന്ന് വാ, എനിക്ക് ഇതിനോട് തനിച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ നിധി പറയുകയാണ്, ഇല്ലമ്മേ, ഞാൻ വരില്ല. ഇത് കേട്ട് ഹേമ പറയുകയാണ്, നിന്റെ അമ്മയടി വിളിക്കുന്നേ, നീ വരില്ലേ? സുധീഷിന്റെ അരികിലേക്ക് ചേർന്ന് വന്ന കയ്യിൽ പിടിച്ചുകൊണ്ട് നിധി പറയുന്നു, അമ്മ എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം, ഞാൻ വരില്ല. സുധീഷ് കണ്ണു നിറങ്ങിയ സ്നേഹത്തോടു കൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. രാജീവും ഹേമയും മറ്റെല്ലാവരും നിധി സുധീഷിന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. രാജീവ് പറയുന്നു, ഹേമേ, അവളെ വിട്ടേര്. അവൾ അവളുടെ തീരുമാനം പറഞ്ഞില്ലേ. ഇനി അവളുടെ ജീവിതത്തിൽ നമ്മളൊരു തടസ്സമായി നിൽക്കണ്ട. അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. വിവാഹത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങളെ അറിയിക്ക്. ഞങ്ങളിപ്പോ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഹേമയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് രാജീവ്. രാജീവേട്ട എന്താ ഇതെന്ന് ഹേമ ചോദിക്കുമ്പോൾ, വാ ഹേമ എന്ന് പറഞ്ഞ് ഹേമയുടെ കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് രാജീവ്. ഹേമ പറയുന്നു, രാജീവേട്ട, ഞാൻ നിധിയോട് സംസാരിക്കട്ടെ, അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട, നീ എന്റെ കൂടെ വാന്ന് പറഞ്ഞ് രാജീവ് കാറിന്റെ അരികിലേക്ക് പോകുമ്പോൾ വിഷമത്തോടുകൂടി പിന്നാലെ പോവുകയാണ് ഹേമ. നിധിയും സുഭാഷും ഭാസ്കരനും നികേഷും ഹരീഷും പുറത്തേക്ക് വന്ന് അവരെ ശ്രദ്ധിക്കുകയാണ്. അകത്ത് നിൽക്കുന്ന സുധീഷ് സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടുന്നു. രാജീവും ഹേമയും അവിടെ നിന്ന് പോയതിനു ശേഷം എല്ലാവരും അകത്തേക്ക് കയറി വരികയാണ്. കണ്ടു നിറഞ്ഞ് സന്തോഷത്തോടുകൂടി സുധീഷ് പറയുകയാണ്, നിധി എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. നിധി പുഞ്ചിരിച്ച് സുധീഷിന്റെ അരികിലേക്ക് വരുമ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുധീഷ് വിശ്വസിക്കാനാകാതെ വളരെ സന്തോഷത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് നാണത്തോടുകൂടി കുനിങ്ങി നിൽക്കുകയാണ് നിധി. ഇത് കണ്ട് ഹരീഷേട്ടാന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് നികേഷ്. നീ എനിക്ക് എന്തിനാണ് ഉമ്മ വരുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് ഹരീഷേട്ടാ. ഏട്ടത്തി വീട്ടിലേക്ക് വന്നു മാത്രമല്ല സുധീഷ് ഏട്ടനെ കല്യാണം കഴിക്കാനും സമ്മതിച്ചില്ലേ. നമ്മുടെ വീട്ടില് സൂപ്പർ ആയിട്ടൊരു കല്യാണം നടക്കാൻ പോകുന്നു. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി നികേഷിനെ കെട്ടിപ്പിടിക്കുകയാണ് ഹരീഷ്. നിധി പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുമ്പോൾ സുധീഷ് തന്റെ കണ്ണീര് തുടയ്ക്കുകയാണ്. ഭഗവാന്റെ ഫോട്ടോയുടെ അരികിലേക്ക് വന്ന് കൈതൊഴുത് പ്രാർത്ഥിക്കുകയാണ് സുഭാഷ്. ഭഗവാനെ, ഞങ്ങൾ ആഗ്രഹിച്ചത് നടത്തി തന്നു, ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ ഉള്ളതുപോലെ അവരെന്നും സന്തോഷത്തോടു കൂടി ഇരിക്കണം. സുധീഷ് ഓർക്കുന്നു, രാജീവിനോടും ഹേമയോടും നിധി പറഞ്ഞത്, എന്റെയും സുധീഷിന്റെയും കല്യാണം നടത്തിത്ത എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി എനിക്കൊരു കല്യാണം വേണം. തുടർന്ന് സുഭാഷ് പറയുന്നു, മോളെ നിധി, മോൾ അച്ഛനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളാലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുള്ള കാര്യമല്ല. ദേ, ഇപ്പൊ പോലും ഇതെല്ലാം ശരിക്കും സംഭവിച്ചതാണോ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിധി പറയുകയാണ്, ഞാൻ പിന്നെ എന്താ ചെയ്യുക സുഭാഷേട്ടാ, എനിക്ക് ഇവിടെ താമസിക്കാനാ ഇഷ്ടമെന്ന് ഞാൻ അവരോട് പറഞ്ഞു നോക്കി. പക്ഷെ അവരത് കേൾക്കുന്നില്ല. ഡിവോഴ്സ് കിട്ടിയില്ലേ, പിന്നെന്തിനാ ഇവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നു. അവരോട് എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല. എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ വായടപ്പിക്കുകയാണ് അവർ. ഇപ്പോ ഞാനും സുധീഷും വീണ്ടും കല്യാണം കഴിച്ചാൽ ഞാൻ ഇവിടെ താമസിക്കുന്നതില് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ടാ. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി കണ്ണു നിറഞ്ഞ് നിധിയെ കെട്ടിപ്പിടിക്കുകയാണ് സുധീഷ്. നിധി ഞെട്ടി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സുധീഷ് എന്ന് വിളിച്ച് സുധീഷിനെ ചേർത്ത് പിടിക്കുന്നു. സുഭാഷും ഭാസ്കരനും ഹരീഷും നികേഷും എല്ലാം അമ്പരന്ന് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിധിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സുധീഷ്. സുധീഷ് എന്ന് വിളിച്ച് ചേർത്ത് പിടിച്ച് നിധിയെ ആശ്വസിപ്പിക്കുമ്പോൾ എല്ലാവരും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുന്നു. നിധി ചമ്മലോടുകൂടി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സുധീഷ് എന്ന് വിളിച്ച് തോളിൽ തട്ടുകയാണ്. കണ്ണു നിറങ്ങിയ സുധീഷ് പറയുന്നു, നിധി ഇപ്പം ഇങ്ങനെ പറയുന്ന ഞാൻ വിചാരിച്ചതേയില്ല. ദേ നോക്ക്, കണ്ണിൽ നിന്നും കണ്ണീര് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി നിധി, ഒരുപാട് സന്തോഷം. എന്നെ നീ അംഗീകരിച്ച് എന്നെ കല്യാണം കഴിക്കണമെന്ന് നീ തന്നെ പറഞ്ഞില്ലേ, അത് മതി നിധി, എനിക്ക് അത് മതി. അങ്ങനെ സുധീഷ് നിധിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, ഇങ്ങനെ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ വന്നിരുന്നുവെങ്കിലെന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ. സുധീഷിന്റെ കയ്യിൽ പിടിച്ച് നിധി പറയുന്നു, ശരി, മതി മതി, ഞാൻ ഓക്കെ പറഞ്ഞില്ലേ, പിന്നെ അഭിനയിച്ചു തകർക്കുകയാണല്ലോ. അപ്പൊ സുധീഷ് പറയണ, നിധി ഞാൻ അഭിനയിച്ചതൊന്നുമല്ല, ദേ നോക്ക് കണ്ണീര് എങ്ങനെയാ വരുന്നെന്ന്. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നിധി, ഒരുപാട് തവണ സ്വപ്നം
ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇതെല്ലാം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യമായിട്ടും വിചാരിച്ചില്ല. എനിക്ക് നീ 6 മാസത്തെ സമയം തന്നിരുന്നു. അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നീ ഇപ്പം നിന്റെ അച്ഛനോട് നമ്മുടെ കല്യാണം നടത്തി തരാൻ പറഞ്ഞു. എനിക്ക് എന്ത് പറയണോന്നറിയില്ല. എനിക്കറിയായിരുന്നു നിധി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നെ വിട്ട് നിധിക്ക് പോകാൻ പറ്റില്ല എന്നും എനിക്കറിയായിരുന്നു. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് കുനിങ്ങി നിൽക്കുകയാണ് നിധി. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നിധിയെ നോക്കുമ്പോൾ സുധീഷ് പറയണം, പക്ഷെ ഇന്ന് തന്നെ നിധി അതെല്ലാം പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട് നിധി. അങ്ങനെ നിധിയുടെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയണം, സന്തോഷം കൊണ്ട് പറക്കുന്നത് പോലെ തോന്നുക. പുഞ്ചിരിച്ച് നിധി പറയുന്നു, സൂക്ഷിച്ച് പറന്ന് സീലിംഗിൽ ഇടിക്കും. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണം, ഇത് ഓടിട്ട വീടാ നിധി, സീലിംഗ് ഒന്നുമില്ല. നിധി ചോദിക്കുന്നു, എന്നെ ഇപ്പം തിരുത്തേണ്ടതാണല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യം അല്ലെ? പുഞ്ചിരിച്ച് സുധീഷ് പറയണം, അതല്ല നിധി, അത് വിട്. നമ്മുടെ കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്തണം. ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് വലിയ രീതിയിൽ തന്നെ കല്യാണം നടത്തണം. ഓക്കെ അല്ലേ സുഭാഷേട്ടാ? അപ്പൊ സുഭാഷ് പറയണം, ഓക്കേടാ, അങ്ങനെ തന്നെ ചെയ്യാം. നിധി ചോദിക്കുന്നു, എന്തിനാ അതെല്ലാം? അതൊന്നും വേണ്ട സുധീഷ്, നോർമൽ ആയിട്ടുള്ള ഒരു കല്യാണം മതി നമുക്ക്. നാട്ടിലുള്ള എല്ലാവരും നമ്മള് ഭാര്യയും ഭർത്താവും ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തിനാ ഗ്രാൻഡ് ആയിട്ട് ഒരു കല്യാണം? ഒക്കെ ഈ കല്യാണം തന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു സംതൃപ്തി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ക്ഷേത്രത്തിൽ വെച്ച് സിമ്പിൾ ആയിട്ട് ഒരു കല്യാണം. സുഭാഷേട്ടൻ എന്താ പറയുന്നത്? അങ്ങനെ ചെയ്യാൻ മോളെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ പറയുന്നത്? അപ്പൊ സുധീഷ് പറയണേ, എന്റെ നിധി, നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഓക്കെയാ. നീ ഹാപ്പി ആണെങ്കിൽ ഈ സുധീഷും ഹാപ്പിയാ. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടി നിധി റൂമിലേക്ക് പോകുമ്പോൾ വിശ്വസിക്കാനാകാതെ വളരെ സന്തോഷത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുധീഷ്. സുധീഷ് ഏട്ടാ, കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞ് നികേഷ് സന്തോഷത്തോടു കൂടി സുധീഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. താങ്ക്സ് എടാ എന്ന് പറഞ്ഞ് സുധീഷ് നികേഷിനെ ചേർത്ത് പിടിക്കുമ്പോൾ സുധീഷിന്റെ അരികിലേക്ക് വന്ന് ഹരീഷ് പറയുന്നു, ഒരുപാട് സന്തോഷമുണ്ട് സുധീഷ് ഏട്ടാ. സുധീഷ് എന്ന് വിളിച്ച് സുഭാഷ് അരികിലേക്ക് വരുമ്പോൾ സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ് സുധീഷ്. ഹരീഷും നികേഷും സുധീഷിനെ ചേർത്ത് പിടിക്കുന്നു. സുധീഷിന്റെ കണ്ണീര് തുടച്ച് സന്തോഷത്തോടു കൂടി സുഭാഷ് പറയുന്നു, ഒരുപാട് സന്തോഷമുണ്ടടാ, ഒരുപാട് സന്തോഷം. ഇത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഭാസ്കരൻ അവരെ തന്നെ നോക്കിയിരിക്കുമ്പോൾ വാതിലിന്റെ അരികിലേക്ക് വന്ന നിധി അവരെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയണ, സുഭാഷിട്ട, നിധി പറഞ്ഞത് കേട്ടില്ലേ? സുധീഷിനുമായിട്ടുള്ള എന്റെ കല്യാണം നടത്തി തന്ന നിധി അവളുടെ അച്ഛനോട് തന്നെ പറഞ്ഞു. അവക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് സുഭാഷിട്ട. ഇനിയും ഞാനും നിധിയും ഒരിക്കലും പിരിയില്ല. ഇത് കേട്ട് പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നിധി. സുധീഷിന്റെ കവിളിൽ പിടിച്ച് സുഭാഷ് പറയുന്നു, നിങ്ങൾ ഒരിക്കലും പിരിയില്ലടാ, അതെനിക്കറിയാം, നീ കരയാതെ. അങ്ങനെ സുഭാഷ് സുധീഷിനെ ചേർത്ത് പിടിക്കുമ്പോൾ നികേഷും ഹരീഷും സുധീഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നിധിയും ഭാസ്കരനും. തുടർന്ന് ബെഡിലേക്ക് വന്നിരുന്ന നിധി കണ്ണു നിറഞ്ഞോർക്കുന്നു സുധീഷിന്റെ വാക്കുകൾ. നിധി, നീ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ നോക്ക്, കണ്ണിൽ നിന്നും കണ്ണീര് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നു. ഇങ്ങനെ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ വരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് നിധിക്കറിയോ? തുടർന്ന് വളരെ സന്തോഷത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ് നിധി. തുടർന്ന് ദേഷ്യത്തോടു കൂടി വീട്ടിലേക്ക് വന്ന രാജീവ് വാതിൽ തുറന്ന് കീ വലിച്ചെറിഞ്ഞ് സോഫയിലേക്ക് ഇരിക്കുമ്പോൾ ഹേമ വെള്ളം എടുത്ത് രാജീവിന് കൊടുക്കുകയാണ്. രാജീവ് വെള്ളം കുടിക്കുമ്പോൾ ഹേമ ചോദിക്കാണ്, രാജീവേട്ടാ, അവള് വായിൽ വന്നത് എന്തോ പറഞ്ഞെന്ന് കരുതി രാജീവേട്ടൻ എന്തിനാ അവള് പറഞ്ഞതെല്ലാം കേട്ട് തലയാട്ടിയത്? വേറെ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഹേമ പറയുകയാണ്, അവിടിട്ട് 4 എണ്ണം കൊടുത്ത് ബലമായി കൂട്ടിക്കൊണ്ട് വരണ്ടായിരുന്നു. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ആലോചിച്ചിരുന്നത്? അവള് തക്കലയിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ ബലമായിട്ട് അവളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നല്ലേ രാജീവേട്ടൻ എന്നോട് പറഞ്ഞത്? പിന്നെന്തിനാ അവള് പറയുന്നത് കേട്ട് ഇങ്ങോട്ട് വന്നത്? അപ്പൊ രാജീവ് പറയുകയാണ്, ഹേമേ, നീ അവിടെ ഇല്ലായിരുന്നോ? നിനക്ക് അവളെ ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുവരത്തില്ലായിരുന്നു? അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിൽ അമ്മയാണെന്ന് പോലും നോക്കാതെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയനെ അവള്. ഹേമ ചോദിക്കുന്നോ, അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ ആ റൗഡിക്ക് നമ്മുടെ മകളെ കെട്ടിച്ചു കൊടുക്കുക? അപ്പൊ രാജീവ് പറയണ, അവനൊരു റൗഡിയാണെന്ന് നിനക്കും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, നിന്റെ മകൾക്ക് അറിയില്ലേ? അവൾ അങ്ങനെയാണോ ചിന്തിക്കുന്നേ? രാത്രി ആരും അറിയാതെ പിൻവാതിലിലൂടെ രക്ഷപ്പെട്ട് അവിടെ പോയിരിക്കുന്നു. ദേ നോക്ക്, ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കയോ, നേരത്തെ അവള് അവനെ കല്യാണം കഴിച്ച് ആ വീട്ടിൽ താമസിച്ചു. ഇപ്പൊ അവനെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ താമസിക്കണോന്ന് പറയുന്നു. എങ്ങനെ ഇതൊക്കെ ശരിയായി വരും? അതിലും നല്ലതല്ലേ അവനെ കല്യാണം കഴിച്ചിട്ട് അവൾ അവിടെ താമസിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇത് കേട്ട് ഹേമ ചോദിക്കാണ്, അതുകൊണ്ട് കല്യാണം നടത്തി കൊടുക്കാൻ പറ്റുമോ? ആ വീട് കാണുമ്പോഴേ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരും. അവരെ എല്ലാവരെയും കാണുന്നതേ എനിക്ക് വെറുപ്പാ. എന്തിനാണ് അവൾ അങ്ങനെ ഒരു വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇത് കേട്ട് രാജീവ് പറയാണ്, ഇതൊക്കെ ആലോചിക്കേണ്ടത് നിന്റെ മകളാണ്. അവക്ക് അവിടെ താമസിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ പറയുന്നത് അവള് കേൾക്കൂ? ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഹേമേ, അവളുടെ ഇഷ്ടത്തിന് അവള് ജീവിക്കട്ടെ. ഹേമ ചോദിക്കുന്നു, രാജീവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉപേക്ഷിച്ചതുപോലെ അവള് നമ്മുടെ മകളാണ്. ആ ഡ്രൈവറുമായിട്ടുള്ള കല്യാണം നടത്തി കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഇത് നടക്കാൻ പാടില്ല. എന്തെങ്കിലും ചെയ്ത് ഈ കല്യാണം മുടക്കണം. രാജീവ് ചോദിക്കുന്നു, മുടക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പറ ഹേമേ. ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ പറ. നീ പറയുന്നത് പോലെ ഈ കല്യാണം മുടക്കി നിധിയെ തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താ നീ ആലോചിച്ച് നിൽക്കുന്നത്? ഇല്ലല്ലോ, മനസ്സിലാക്കിക്കോ. ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് അവളുടെ തലയിലെഴുത്തെങ്കിൽ അത് ആർക്കും മാറ്റാൻ പറ്റില്ല. അവക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഒരുപാട് പോരാടിയില്ലേ? അവൾ അതിന് എന്തെങ്കിലും വില തന്നോ? ഇല്ല
അങ്ങനെയല്ലല്ലോ. അവൾക്ക് വേണ്ടി ചിന്തിക്കുന്ന നമ്മളാണ് അവളുടെ ശത്രു. നേരം വെളുത്താൽ തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ഭയന്ന് ആ വീട്ടിൽ പോയി ഇരിക്കുന്നു. നീ ചെയ്യുന്നതൊന്നും ശരിയല്ല മോളെ, വാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് വിളിച്ചാൽ സുധീഷുമായിട്ടുള്ള എന്റെ കല്യാണം നടത്തി തരാൻ പറയുന്നു. നീയും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ദേ നോക്ക് ഹേമേ, അവള് കൊച്ചു കുട്ടിയൊന്നുമല്ല. ഈ കാര്യത്തില് ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾ ആ ഡ്രൈവറെ കല്യാണം കഴിക്കൂ എന്ന് തീരുമാനിച്ചെങ്കിൽ കല്യാണം കഴിക്കട്ടെ, എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. നമ്മുടെ കടമ നമ്മൾ ചെയ്തിട്ട് തക്കലയിലേക്ക് പോകാൻ നോക്കാം. അങ്ങനെ ദേഷ്യത്തോടു കൂടി രാജീവ് അകത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് ഹേമ. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്